കൂൾ ഷോർട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ഈസി ആയിട്ടും നല്ല ടേസ്റ്റോടും കൂടിയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഒട്ടുമിക്ക ആളുകൾക്ക് അറിയായിരിക്കാം ടൊമാറ്റോ റൈസ് അതല്ലെങ്കിൽ തക്കാളി ചോറാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു വെറൈറ്റി എഗ്ഗ് ഫ്രൈയും കൂടെ കാണിക്കുന്നുണ്ട്. സാധാരണ നമ്മൾ മുട്ട പൊരിക്കുന്നതിൽ വ്യത്യസ്തമായിട്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഈ ഒരു എഗ്ഗ് ഫ്രൈ തയ്യാറാക്കുന്നത്. നല്ലൊരു ലഞ്ച് ബോക്സ് റെസിപ്പി കൂടിയായിട്ടുള്ള ഈ ഒരു ഐറ്റം എങ്ങനെ തയ്യാറാക്കണം നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ആദ്യം തന്നെ നമുക്ക് തക്കാളി ചോറിൻ്റെ റെസിപ്പി കാണാം. ഈ ഒരു റൈസ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ചോറ് എടുക്കുമ്പോൾ നിങ്ങൾ അധികം വേവാത്ത ചോറ് വേണം എടുക്കാൻ. ഒരുപാട് വെന്തതായാൽ നമ്മൾ ഈ റൈസ് തയ്യാറാക്കുമ്പോൾ ഉടഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 90% വേവായിട്ടുള്ള ചോറ് എടുത്താൽ മതി. ഇതിലേക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അതുപോലെ ഞാനിപ്പോൾ 3 വലിയ തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പച്ചമുളകും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു തണ്ട് കറിവേപ്പില കൂടെ ആവശ്യമായിട്ടുണ്ട്. ഞാനിപ്പോൾ മൺചട്ടിയിലാണ് ഈ ഒരു റൈസ് തയ്യാറാക്കുന്നത്. ചട്ടി നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയൊരു കഷ്ണം പട്ട, അതുപോലെ ഗ്രാമ്പു, ഒരു ഏലക്കായാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി വേണ്ടത് 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പാണ്. ഇനി ഉഴുന്ന് പരിപ്പ് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇനി ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ കടുകാണ്. അതുപോലെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജീരകവും കടുകും ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് കറിവേപ്പില കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് അധികം വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കൂട്ടിക്കൊടുക്കുക. അതുപോലെ തക്കാളി എടുക്കുമ്പോൾ നന്നായി പഴുത്തിട്ടുള്ള തക്കാളി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് അടച്ച് വെച്ച് കൊടുത്തിട്ട് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തൊടിയുന്നത് വരെ വേവിച്ചെടുക്കണം. ഇപ്പോൾ തക്കാളി നന്നായി വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാണ്ട് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അതുപോലെ 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. ചേർത്ത് കൊടുത്തിട്ടുള്ള പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അത് നന്നായി വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. ചോറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു മസാല ചോറിൻ്റെ എല്ലാ ഭാഗത്തും ആവുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് ഉടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അധികം വേവാത്ത ചോറെടുക്കണം എന്ന് പറയുന്നത്. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉപ്പ് നോക്കാം, പോരാന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു തക്കാളി ചോറ് നമ്മൾ കുക്ക് ചെയ്ത് ഉടനെ തന്നെ കഴിച്ചാൽ അത്രയ്ക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. കുറച്ച് സമയം വെച്ചിട്ട് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നന്നായിട്ട് ഫീൽ ചെയ്യുക. അപ്പോൾ ആ ഒരു മസാലയൊക്കെ നമ്മൾ ഈ റൈസ് നന്നായി പിടിച്ച് കിട്ടണം. അപ്പോൾ അതിന് കുറച്ച് സമയം എടുക്കും. ഞാനിപ്പോൾ മസാല എല്ലാ ഭാഗത്തും ആവുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് പ്രസ് ചെയ്ത് വെച്ച് അടച്ച് വെക്കുക. ഈ ഒരു സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി നമുക്കത് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി കുക്ക്ഡ് ആയിട്ടുള്ള ചോറ് തന്നെയാണല്ലോ. ഇത് അടച്ച് വെച്ചിട്ട് 1 മണിക്കൂറിന് ശേഷമൊക്കെയാണ് നമ്മൾ സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അര മസാലയ്ക്ക് നന്നായിട്ട് തന്നെ ഈ റൈസിലേക്ക് പിടിച്ചിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഇത് അടച്ച് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനൊരു ഏകദേശം 3/4 മണിക്കൂറിന് ശേഷമാണിത് തുറക്കുന്നത്. അപ്പോൾ ഈ റൈസിൽ നന്നായിട്ട് മസാല പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഉപ്പൊക്കെ കറക്റ്റിൽ തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ഒരു തക്കാളി ചോറ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചോറിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിലേക്ക് വേറെ കറികളൊന്നും ആവശ്യമില്ല. നമുക്കിത് ഇങ്ങനെ തന്നെ കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. സ്കൂളിലേക്കോ ഓഫീസിലേക്കോ പോകുന്നവർക്ക് ലഞ്ചിന് കൊടുത്തേക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റൈസിൻ്റെ റെസിപ്പിയാണിത്. ഇതിൻ്റെ കൂടെ ഒരു മുട്ട പൊരിച്ചത് അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ചമ്മന്തി അച്ചാറാണ് എന്തെങ്കിലുമൊക്കെ കൂട്ടി കഴിച്ചാൽ മതി. ഇനി അല്ലാതെ തന്നെ കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു എഗ്ഗ് ഫ്രൈൻ്റെ റെസിപ്പി കൂടി കാണിക്കുന്നുണ്ട്. നോർമലി നമ്മൾ മുട്ട പൊരിക്കുന്നത് വ്യത്യസ്തമായിട്ട് കുറച്ച് മാറ്റിയിട്ടാണ് ഈ ഒരു എഗ്ഗ് ഫ്രൈ തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് വീഡിയോ കണ്ടു നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് 1/4 കപ്പ് മട്ടരിയുടെ ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായി ചൂടുള്ള ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്കൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചൂടുള്ള ചോറ് തന്നെ എടുക്കുന്നത്. ഇപ്പോൾ ഞാൻ നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കുകയാണ്.
ചോറ് നല്ല ചൂടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഉടഞ്ഞ് കിട്ടും. ഞാനിപ്പോൾ ഇതാ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പോളം ചെറിയ ഉള്ളി അരിഞ്ഞതാണ്. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ആവശ്യമായിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ 1/2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കോഴിമുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ 3 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇത് 3 ഇതിലേക്കൊന്ന് പൊട്ടിച്ച് കൊടുക്കുകയാണ്. ഇത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മുട്ടയുടെ കൂട്ട് തയ്യാറായി. ഞാനിപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം. പൊരിച്ചെടുക്കുമ്പോൾ ഇരുമ്പ് ചട്ടിയിൽ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ചട്ടി നന്നായി ചൂടായപ്പോൾ ഒരൽപ്പം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ കൂട്ട് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയിലാണ് ഈ ഒരു മുട്ട ഉണ്ടായിരിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇരുമ്പ് ചട്ടീനെ എടുക്കണമെന്ന് പറയുന്നത്. എങ്കിലും ഉൾഭാഗമൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടുള്ളൂ. ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഉൾഭാഗമൊന്നും നന്നായിട്ട് വെന്ത് കിട്ടില്ല. ഇപ്പോൾ ഇതാ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി മറുഭാഗം കൂടെ ഒന്ന് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 2 ഭാഗവും വെന്തിട്ടിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ അത് വെറൈറ്റി ആയിട്ടുള്ള എഗ്ഗ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എത്ര പേര് ഇങ്ങനെ എഗ്ഗ് ഫ്രൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എന്നും ഒരുപോലെ തന്നെ നമ്മൾ എഗ്ഗ് ഫ്രൈ ചെയ്യാറല്ലേ പതിവ്. അപ്പോൾ ഒരു ദിവസമെങ്കിലും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള തക്കാളി ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ലൊരു കോമ്പിനേഷനാണിത്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് എഗ്ഗ് ഫ്രൈ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പികൾ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പികളുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.